ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കോമ്പറ്റിറ്റീവ് ക്രാക്കർ. ഞാൻ ആശാ ബിനീഷ്. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് എൽ ജി എസ് എക്സാം അപ്ലൈ ചെയ്തു. എല്ലാവരും അപ്ലൈ ചെയ്തപ്പം കുറേ പേര് കുറഞ്ഞിട്ടുണ്ട്. 2.21 ലക്ഷം ആൾക്കാരെന്താണ് അപേക്ഷകർ കുറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ തവണത്തിൽ നിന്നും അപേക്ഷകരുടെ എണ്ണം എന്താണ് കുറഞ്ഞു. അപ്പോൾ എന്താണ് ഈ തവണ എത്ര പേരാണ് അപേക്ഷിച്ചേക്കുന്നത്? 4,76,953 പേര്. നമുക്കറിയാം ഇതിൻ്റെ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ അറിയാം. അപ്പം ഈ അപേക്ഷകർ കുറഞ്ഞിരുന്നത്, ഇത്രയും അപേക്ഷകർ കുറഞ്ഞിട്ടുണ്ട്, നമുക്കൊരു ഊർജ്ജമാണ് അല്ലേ? എന്നാൽ മത്സര പരീക്ഷ കടുക്കുമോ? തീർച്ചയായിട്ടും പരീക്ഷ എന്തായിരിക്കും? നല്ലവണ്ണം പഠിക്കുന്നവർ എന്തായാലും ഈ പ്രാവശ്യം അപ്ലൈ ചെയ്തിട്ടുണ്ടാവും. പലർക്കും പേടിയാണ്, എക്സാമിന് പ്രിപ്പയർ ചെയ്തിട്ടില്ലെങ്കിൽ, ഇത് ചിലപ്പോൾ അപ്ലൈ ചെയ്തിട്ടില്ലെങ്കിൽ PSCയുടെ പ്രൊഫൈലൊക്കെ ബാൻ ആകുമോ, ഇങ്ങനെയൊക്കെയുള്ള പല കാരണം കൊണ്ട് അപേക്ഷകരുടെ എണ്ണം കുറവുണ്ട്. ഈ അപേക്ഷകരുടെ എണ്ണം കുറഞ്ഞതിനെ നമുക്ക് വീണ്ടും ഒന്ന് നോക്കിയാൽ, ഇന്നത്തെ നമ്മുടെ തൊഴിൽ വാർത്തയിൽ വന്ന ഒരു വാർത്തയാണ് ഇതെന്ന് പറയുന്നത്. അപേക്ഷകരുടെ എണ്ണം റീസെൻ്റ്ലി വന്നേക്കുന്നതും കഴിഞ്ഞ തവണത്തെ അപേക്ഷകരുടെ എണ്ണവും ഏകദേശം 72,617 പേരാണ് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ വന്നിരിക്കുന്നത്. അതിലെ തന്നെ 2019 വരുമ്പോൾ എന്താണ്, ഇത് 91,409 ഏകദേശം 1 lakhന് അടുത്തുള്ള ഒരു അപേക്ഷകർ. ഏകദേശം 18,792 പേര് ഇവിടെ അപേക്ഷിച്ചപ്പം കുറഞ്ഞിട്ടുണ്ട്. ഓരോ ജില്ലയിലും ഇത് തന്നെയാണ്. പത്തനംതിട്ട ജില്ല, കൊല്ലത്ത് അപേക്ഷകർ ഏകദേശം 23,000-ഓളം ഒരു നമ്പറിലേക്ക് കുറവ് വന്നിട്ടുണ്ട്. ഇവിടെ എത്ര പേരേ ഉള്ളൂ? 45,297. പത്തനംതിട്ട നോക്കിക്കേ, എല്ലാ മത്സരത്തിലും പോലെ തന്നെ പത്തനംതിട്ടയിൽ ഈ പ്രാവശ്യം 17,265. പക്ഷേ നോക്കിക്കേ, 31,777 പേരായിരുന്നു പണ്ടുണ്ടായിരുന്നത്. എത്ര പേര് കുറവുണ്ട്? 14,512 പേര് കുറവുണ്ട്. വീണ്ടും ഞാൻ പറയുന്നു, അപേക്ഷകർ കുറഞ്ഞത് നല്ല കാര്യം തന്നെയാണ്. നമുക്കറിയാം നിയമനങ്ങൾ നടക്കുന്നുണ്ട് അല്ലേ? ഇതിനു മുമ്പ് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് LGSൽ എത്ര നിയമനം നടന്നിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ആ വീഡിയോയും കൂടെ നോക്കുക. പിന്നെന്താ ചെയ്യേണ്ടത്? അപേക്ഷകരൊക്കെ നിയമനം ഇല്ലാത്തത് കൊണ്ടല്ല, മിക്കപ്പോഴും ഈ അപേക്ഷകർക്ക് കൃത്യമായ ഒരു ധാരണ, നിങ്ങൾ മത്സര പരീക്ഷയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ഒരു കൃത്യമായ ധാരണ കൊണ്ടുവരിക. ഞാൻ ഈ ലിസ്റ്റിൽ വരണമെങ്കിൽ നന്നായി പഠിച്ചെങ്കിൽ മാത്രമേ ഉള്ളൂ. വെറുതെ കറക്കി കുത്തി എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. കാരണം ഇത് നല്ലൊരു അവസരമാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ITA കഴിഞ്ഞ അല്ലെങ്കിൽ ഡിപ്ലോമ കഴിഞ്ഞ പല ആൾക്കാർക്കും കിട്ടുന്ന ഒരു വലിയ അവസരമാണിത്. നിങ്ങളിൽ തന്നെ ഇപ്പോൾ ട്രേഡ് സ്പാൻ പോലെ അല്ലെങ്കിൽ ഫിറ്റർ പോലെയൊക്കെയുള്ള പല എക്സാംസ് വിളിക്കുമ്പോൾ അവിടെ ഇപ്പോഴേ എന്താണ് വരുന്നത്? ഹയർ ക്വാളിഫിക്കേഷൻ BTechകാരും MTechകാരും വരുന്നുണ്ട്. പക്ഷേ LGS ലെവലിലെ എക്സാംസിലോ ഇപ്പോൾ 10ാം ക്ലാസ് അല്ലെങ്കിൽ 7ാം ക്ലാസ് മുതലുള്ള യോഗ്യതയുള്ളവരേ ഉള്ളൂ അല്ലേ? അപ്പോൾ ഈ യോഗ്യത ഡിഗ്രി ഇല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം നന്നായി പഠിക്കുക, അത് മാത്രമേ ഉള്ളൂ. പലപ്പോഴും എന്താണ്, എങ്ങനെയെങ്കിലുമൊക്കെ അങ്ങ് പഠിച്ചു പോകും. കോമൺ ഒരു PSC എക്സാമിനെ കാണുന്ന പോലെ തന്നെ കാണും. അങ്ങനെയല്ല, ഏത് എക്സാം എടുത്താലും അതിനൊരു സിലബസ് ഉണ്ട്. ആ സിലബസിനെ മനസ്സിലാക്കണം. അതോടൊപ്പം തന്നെ എന്താണ്, തൊട്ടടുത്ത് നടക്കുന്ന ഈ ലെവലിലുള്ള എക്സാമിനെ പരിചയപ്പെടണം. അങ്ങനെ നല്ലവണ്ണം പ്രിപ്പയർ ചെയ്താൽ ഞാൻ ഉറപ്പ് പറയാം നിങ്ങൾ LGSൻ്റെ ലിസ്റ്റിലുണ്ടാവും. LGSൻ്റെ ലിസ്റ്റിൽ നിങ്ങൾ ഉൾപ്പെടുത്താൻ വേണ്ടി കോമ്പറ്റിറ്റീവ് ക്രാക്കർ പ്രത്യേകം ബാച്ചുകളുണ്ട്. നിങ്ങൾ LGSൽ ഞങ്ങളോടൊപ്പം ആണെങ്കിൽ കൃത്യമായിട്ട് ഉറപ്പിച്ചോ, നിങ്ങൾക്ക് ലിസ്റ്റ് കയറാൻ പറ്റും. അത് കോമ്പറ്റിറ്റീവ് ക്രാക്കർ കഴിഞ്ഞ ഒരു വർഷം എടുത്ത എക്സാംസിൻ്റെ ലിസ്റ്റ് നോക്കിയാൽ മതി. എല്ലാ എക്സാംസിലും ആദ്യത്തെ റാങ്കുകളിൽ വന്നവർ തന്നെയാണ്. അതുകൊണ്ടാണ് വീണ്ടും പറയുന്നത്, അവിടെ എടുത്ത സ്ട്രാറ്റജി ഇതേ ഉള്ളൂ. പരീക്ഷയ്ക്ക് എന്താണോ വേണ്ടത് ആ പരീക്ഷ മനസ്സിലാക്കി ക്ലാസ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നോക്കിക്കോളൂ. നിങ്ങളുടെ ജില്ല ആലപ്പുഴയാണെങ്കിൽ ഇവിടെ 35,135 പേരേ ഉള്ളൂ. 13,000-ഓളം ഡിഫറൻസ് വന്നിട്ടുണ്ട്. കോട്ടയത്തും വന്നിട്ടുണ്ട് 18,000-ഓളം ഡിഫറൻസ് അല്ലേ? ഇടുക്കി, എറണാകുളം എറണാകുളം എത്തുമ്പോൾ 34,646 പേരാണ് അപ്ലൈ ചെയ്തേക്കുന്നത്. ഇത് കൺഫർമേഷൻ കൊടുത്തിട്ടില്ല കേട്ടോ, അതിന് മുമ്പുള്ളതാണ്. തൃശ്ശൂര്, പാലക്കാട് അപേക്ഷകർ കൂടുതലാണ്, 41,000-ലേക്ക് വന്നു അല്ലേ? പക്ഷെ തിരുവനന്തപുരത്ത് എത്ര ഉണ്ട്? 72 പേരുണ്ട്. എന്നാൽ പാലക്കാടുമെല്ലാം ആള് കുറഞ്ഞിട്ടുണ്ട്. നോക്കൂ, പാലക്കാട്, മലപ്പുറത്ത് പോലും 52,124 ഉള്ളൂ. കഴിഞ്ഞ വട്ടം എത്ര കിടന്നതാണ്? 6,160 കിടന്ന ആൾക്കാരാണ് കുറഞ്ഞേക്കുന്നത്. പഠിച്ചുകൊണ്ടിരിക്കുന്നവർ
നല്ല ഉഷാറായിട്ട് പഠിച്ചു തുടങ്ങണം. വെറുതെ എന്തെങ്കിലുമല്ല. LGSന് വേണ്ടി താഴെ ഞാനൊരു ഗ്രൂപ്പ് കൊടുത്തിട്ടുണ്ട്. ആ LGSൻ്റെ ഗ്രൂപ്പിൽ എല്ലാവരും അംഗങ്ങളാകണം. എക്സാം ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് പ്രീവിയസ് പല ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത് നോക്കാം. ഈ കഴിഞ്ഞ ഡ്രൈവർ എക്സാം, ഇന്നലെ ഇപ്പം നടന്ന ഒരു എക്സാമാണ്, ഡ്രൈവർ എക്സാം നടന്നു. അതിൽ പോലും കോമൺലി LGS നിലവാരത്തിലുള്ള ക്വസ്റ്റ്യൻസ് കാണാൻ പറ്റും. പക്ഷെ അവിടെയും പ്രസ്താവന ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ നിങ്ങൾ റീസെൻ്റ് ക്വസ്റ്റ്യൻ പേപ്പർ വരെ അനാലിസിസ് ചെയ്യണം. ഏതൊരു ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ ഇപ്പം സെറ്റ് എക്സാം നടന്നു, LGSും സെറ്റും എന്ത് തമ്മിൽ ബന്ധമുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെയും GK പാർട്ടുണ്ട് അല്ലേ? ഇപ്പോൾ GKയിൽ നടക്കുന്ന കറണ്ട് അഫയേഴ്സിൻ്റെ ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് പരിചയപ്പെടാൻ പറ്റും. അങ്ങനെ റീസെൻ്റ് ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടിട്ട് നിങ്ങളുടെ എക്സാം ഡിമാൻഡ് ചെയ്യുന്ന രീതിയിലേക്ക് നിങ്ങളുടെ പഠനം മാറ്റണം. എനിക്ക് വീണ്ടും അതുതന്നെയാണ് നിങ്ങളോട് പറയാനുള്ളത്. നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോലി കിട്ടും, ഉറപ്പാണ്. പലപ്പോഴും നിങ്ങളെടുക്കുന്ന സ്ട്രാറ്റജി കാരണമാണ്. ഒരു കോച്ചിങ്ങിന് പോകണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിക്കവരും പറയും, അയ്യോ കോച്ചിങ്ങൊന്നും പോകേണ്ട, റാങ്ക് ഫെയിലും മതി. അങ്ങനല്ല, നിങ്ങളുടെ ലൈഫ് സെക്യൂർ ആകാനുള്ള കാരണമാണ്. അവിടെ നിങ്ങൾ എന്തെടുക്കണം? സ്ഥാപനം തിരഞ്ഞെടുക്കുമ്പം റിസൾട്ട് നോക്കണം. ഈ സ്ഥാപനം എത്ര നാളായിട്ട് ഇവരൊരുമിച്ച് ഈ ഒരു ബ്രാൻഡ് നെയിമിലുണ്ട്. പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം നിങ്ങളുടെ ഒരു അധ്യാപകർ നിങ്ങളോടൊപ്പം നിങ്ങളുടെ എക്സാം വരെ ഉണ്ടാവണം അല്ലേ? അപ്പം ഇതെല്ലാം നോക്കിയിട്ടാണ് നിങ്ങൾക്ക് ടീം CC തീർച്ചയായിട്ടും സെലക്ട് ചെയ്യാൻ സാധിക്കും. LGSന് വേണ്ടി ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപേക്ഷകരുടെ എണ്ണമൊക്കെ നോക്കിയിട്ട് നമുക്ക് ഒരുമിച്ച് പഠിച്ചു തുടങ്ങാം. പുതിയ ബാച്ചിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. മറന്നു പോകേണ്ട, ഒരുമിച്ച് പഠിക്കാം.